രേണുവിന്റെ പേരിൽ എന്തെങ്കിലും ഒരു വിവാദം അവര് ക്രിയേറ്റ് ചെയ്യുന്നു, ഇല്ലാത്ത കഥകൾ അല്ലേ? അപ്പൊ ഇങ്ങനെ ഈ കഥകളിലൂടെ പേര് വരുമ്പോ സ്വാഭാവികമായും രേണുവിന്റെ ഫീലിങ്സ് എന്താണ്? ദുബായിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ രേണു ചുതി പുതിയ ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ആ ഇന്റർവ്യൂ കണ്ടു കാണാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ രേണു ചേച്ചി അങ്ങ് ദുബായിലിരുന്ന് അപരാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാമെന്ന് ഞാൻ കരുതിയതേ. പിന്നെ വേറൊരു കാര്യം, ഒരുപാട് മണിക്കൂറുകളോ മിനിറ്റുകളോ ഒന്നും ഇല്ല കേട്ടോ ഇന്റർവ്യൂ. ഒരു 7 മിനിറ്റ് കണ്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിന്റെ ഒരു മുഴുനീള ഭാഗം വരാനിരിക്കുന്നതേ ഉണ്ടാവുമായിരിക്കുള്ളൂ. പിന്നെ ഈ രേണു സുധിയുമായി ഇപ്പം നടക്കുന്ന കുറച്ച് കോൺട്രവേഴ്സികളുണ്ടല്ലോ, കിച്ചു രേണുവിനെതിരെ നടത്തിയ പരാമർശം, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും രേണു പറയുന്നില്ല. കാരണം ഈ ഇന്റർവ്യൂ ഈ കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ആ വീഡിയോയിൽ അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂവിൽ പോലും രേണു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങ് പുകഴ്ത്തി അടിക്കുക രേണുവിന്റെ അച്ഛനെ, അമ്മയും ചേച്ചിയെയും, ഒരു പണിക്കും പോവാതെ വീട്ടിൽ ഇരുന്ന് സുധിയെ മുടിപ്പിച്ച രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവിനെയും ഒക്കെ പൊക്കി അങ്ങ് അടിക്കുക. കാണണ്ടേ? നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് അങ്ങോട്ട് വൃത്തിക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് അങ്ങോട്ട് തരിക. നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. നല്ല രീതി വിലയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പറ കമന്റ് ബോക്സിൽ. കൂടാതെ കമന്റ് ബോക്സിന്റെ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ ഒന്ന് അങ്ങോട്ട് ഞെക്കിയേക്ക്. ഇനി നമുക്ക് രേണു പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. രേണു ഒരുപാട് പ്രോഗ്രാമിൽ പോകുന്നു, ഒരുപാട് എന്താണ് അതായത് രേണു എന്ന ഒരു ഐഡന്റിറ്റി ഒരു ബ്രാൻഡായിട്ട് ഐക്കോണിക് ആക്കി മാറ്റിയത്. ഓക്കെ, കാരണം രേണു എന്നുള്ളൊരു ബ്രാൻഡ് ഉള്ളത് കൊണ്ടാണ് പലരും അത് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് എന്താണ് രേണു പറയാനുള്ളത്? ഇപ്പം ഞാനുള്ളത് നമ്മുടെ ചെമ്പരത്തിയിലാണ്. അതായത് നമ്മുടെ UAE റാസൽ ഗെയിമിൽ എന്നെ ഇവർ വിളിച്ചതിന്റെ കാരണം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ചേട്ടൻ ഇത്രയും ദൂരെ തന്നെ വന്ന് കാണാൻ കാരണം എന്താണ്? ആ രേണു സുധി എന്നുള്ളൊരു ബ്രാൻഡ് നെയിം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ വിളിച്ചത്, നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നത്. നമ്മൾ എന്തായാലും എന്നെ ആദ്യമായിട്ട് ദുബായിൽ കൊണ്ടുവന്ന റോബി ചേട്ടൻ തന്നെയാണ് എന്നെ ഇവിടെ നമ്മുടെ എന്താ പറയാ ചെമ്പരത്തിയിലേക്കും ക്ഷണിച്ചതും. ഞാൻ നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നത് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും, എന്നാൽ പോലും നല്ല രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയും കാര്യങ്ങളും ഒക്കെ പ്രൊമോഷനെ ബാധിക്കുന്നുണ്ടോ രേണു? അല്ല, രേണുവിനെ ആദ്യമായി UAE എത്തിച്ച റോബിൻ ചേട്ടൻ തന്നെയാണ് ഇപ്പോഴും എത്തിച്ചതെന്ന് പറയുന്നുണ്ട്. അല്ല, ഈ റോബിൻ ചേട്ടന്റെ കെയർ ഓഫിൽ മാത്രമേ അവിടെ പരിപാടികൾ നടക്കുന്നുണ്ടോ? ഉള്ളോ? വേറെ ആരും വിളിക്കുന്നില്ലേ? അല്ല, പിന്നെ അതിലേക്ക് പോകാം, അവിടെ നിൽക്കട്ടെ. ഈ ബ്രാൻഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചേച്ചി, ഈ എൻ്റെ അവിടെ ബാത്റൂമിലിരിക്കുന്ന ക്ലോസറ്റും ഏതോ ഒരു ബ്രാൻഡിന്റെ ആണേ. പക്ഷെ ആ ക്ലോസറ്റ് ബ്രാൻഡഡ് ആണ്. പക്ഷെ ഞാൻ അവിടെ ഇരിക്കുന്നത് വേറെ കാര്യത്തിന്. പ്രിയപ്പെട്ടവരെ, അല്ലേ? സത്യമല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിലില്ലേ ഇതുപോലത്തെ ഒരു സാധനം? ബ്രാൻഡഡ് ആയിരിക്കും, പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ പറയണ്ടല്ലോ. അത് അത്രയേ ഉള്ളൂ. അതുപോലെ ഉള്ളു രേണു സുധി നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ. മനസ്സിലായോ? അതിപ്പോഴെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഓക്കെ? അല്ലാതെ വലിയ അങ്ങ് കൊമ്പത്തെ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ വലിയ കൊമ്പത്തെ അങ്ങ് ബ്രാൻഡോ അല്ലെങ്കിൽ വലിയ കൊമ്പത്തെ നടിയോ നമുക്കാർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ വലിയ കൊമ്പത്തെ നടിയാണെന്ന്? വേണ്ട, കൊമ്പത്തെ വേണ്ട, ചെറിയ താഴെക്കടയിലെ ഒരു നടിയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? നടിയാണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടു? എനിക്കത് പറയുമ്പോൾ തന്നെ ചിരി വരുന്നു. നടി അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല, സീരിയസ്ലി എനിക്ക് തോന്നിയിട്ടില്ല. ബ്രാൻഡ് റീച്ച് ആക്കാനേ രേണു ചുതി നിങ്ങൾ കട്ടയം പടം എടുത്ത് ഈ പരിപാടിക്ക് സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ ചാനലും കൊണ്ട് ഇവിടെ ഉണ്ട്. രേണു സുധി നിങ്ങളുടെ മാത്രം വെച്ചിട്ടല്ല നമ്മൾ റീച്ച് ഉണ്ടാക്കി വന്നത്, മനസ്സിലായോ? അതിന് മുമ്പേ അത്യാവശ്യം റീച്ചും കൊണ്ടൊക്കെയാ വന്നത്. അവരെ വിറ്റങ്ങ് ഉണ്ടാക്കിയെന്ന്. എനിക്കാണെങ്കിൽ റീച്ചും കയറുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരിത് പറയാൻ തുടങ്ങിയതിന് ശേഷം തോന്നുന്നു ഇവരുടെ വീഡിയോ സത്യം പറഞ്ഞാൽ തീരെ കയറാത്തൊരു വ്യക്തി ഞാനാ. കയറുന്നേ ഇല്ലടേ. പക്ഷെ പിന്നെ ഈ അവരാതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കും? അതുകൊണ്ട് മാത്രം റിയാക്ട് ചെയ്യുന്നതാ. പിടികിട്ടിയോ? ബ്രാൻഡ് ബാക്കി കാണു നിങ്ങൾ. 2-3 ദിവസം കൂടെ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം ഈ ആൾക്കാരെല്ലാം എന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പേരെടുത്തിട്ട് പറയണമെങ്കിൽ അതിനകത്ത് റീച്ചാണ്.
തീർച്ചയായും. എന്ത് പറഞ്ഞു ഇപ്പൊ ഞാനൊരു മീഡിയക്കാരൻ ഇപ്പം ഒട്ടുമിക്ക കേരളത്തിലെ മീഡിയക്കാരൊക്കെ ആയിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത്. ബ്രദേഴ്സായിട്ട് അവരെ ചേച്ചിമാരുമായിട്ടൊക്കെ നല്ല കൂട്ടാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും ഈ റീച്ച് വെറുതെ, അപ്പൊ അവരിങ്ങോട്ട് പറയും വെറുതെ ഒരാൾക്ക് റീച്ച് ആകണമെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് രേണുസുതി എന്നുള്ളൊരു ഹാഷ്ടാഗ് ഇടുക, 2 തള്ളക്ക് വിളി വിളിക്കുക, രേണുസുതി അങ്ങനെയാണ്, രേണുസുതി ഇങ്ങനെയാണെന്ന് പറയാം. റീച്ചാണ്, അവരുടെ അക്കൗണ്ട് റീച്ചായി. പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല, അവർക്ക് മാസം വരുമാനമായി. അതാണ് രേണുസുതിയെ കൊണ്ടുള്ള ഒരു ആദ്യ ഒരു രേണുസുതിയെ കൊണ്ട് ഗുണമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതേ കണക്ക് പരിപാടി നടക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കിട്ടുവടേ എന്ന് വെച്ചിട്ട് നിങ്ങളെ മാത്രം വെച്ചല്ല നമ്മൾ കാശുണ്ടാക്കുന്നത്, റീച്ച് ഉണ്ടാക്കുന്നതും. അത് രേണുസുതി ഒന്ന് മനസ്സിലാക്കണം. ഇന്നലെ തൊട്ടാന്ന് തോന്നുന്നു, ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ടാ സ്ഥിരം ചേച്ചിയുടെ ഇപ്പം 2, 3, 4 വീഡിയോ ഞാൻ അടുപ്പിച്ചങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയത്. കാരണം വേറൊന്നും നോക്കാൻ സമയമില്ല, വേറൊന്നും നോക്കിയാൽ തന്നെ കാണുന്നുമില്ല. കാരണം യൂട്യൂബ് ആണെങ്കിലും ശരി, ഫേസ്ബുക്ക് ആണെങ്കിലും തുറന്നു കഴിഞ്ഞാൽ ഈ ചേച്ചി മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇവരുടെ അവരാതെ മാത്രമേ വരുന്നുള്ളൂ. മെയിൻ സ്ട്രീം ചാനലുകാർക്ക് പോലും ഇല്ല ഇവിടെ കണ്ടന്റ്. പക്ഷെ രേണുസുതി കാരണം നമുക്കൊക്കെ സാധനമുണ്ട്. അത് വേറൊരു കാര്യം, പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വേറൊരു ചോദ്യം രേണുസുതി, നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് റോബിന മാമിന ഈ പുള്ളി മാത്രമേ നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നുള്ളൂ ചേച്ചി? അല്ല, ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിലും ചോദിച്ചൊരു കാര്യമാണ്. ഒരു വ്യക്തിയെ ഇനാഗുറേഷന് ദുബായിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ ചേച്ചി. ഒരാളെ ഇനാഗുറേഷന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഇനാഗുറേഷൻ കഴിഞ്ഞ് 1 or 2 ദിവസം അവിടെ നിർത്തിക്കും പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അത് കഴിയുമ്പോൾ തിരിച്ച് പാഴ്സൽ ചെയ്യും. കാരണം ഈ പോകുന്ന ആൾ അവിടെ നിൽക്കും തോറും അവിടെ നിൽക്കുന്ന ഇവരെ സ്പോൺസർ ചെയ്ത ആളുകൾക്ക് ചിലവാണ്. അപ്പൊ അവർക്ക് ലാഭമില്ലാതെ അവർ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഉള്ള ലാഭം അവർക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രൊമോഷൻ ആണെന്ന് രേണു ചേച്ചി പറയല്ലേ. 2 ദിവസം മാക്സിമം ഷൂട്ട് ചെയ്ത് തീർക്കാം പ്രൊമോഷണൽ വീഡിയോകളൊക്കെ. പിടികിട്ടിയോ? എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ വല്ല പരിപാടി ഇവർക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും കാണുന്നില്ല. ആകെ മറ്റേ റൂമിൽ കിടന്നിട്ടുള്ള തകതിമി ഡാൻസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഇവര് അവിടെ ഇപ്പോഴും നിൽക്കുന്നു? ഒരു ചോദ്യമല്ലേ ഇത്? ഇത് പോലീസുകാർ വരെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി ഇവർക്ക് വേറെ വല്ല നമുക്കറിയത്തില്ല. അതുകൊണ്ടാ ഞാൻ പല തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഒരു പ്രൊമോഷന് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത്രയും, ഒരു ഇനാഗുറേഷൻ കഴിഞ്ഞ് പ്രൊമോഷൻ കഴിഞ്ഞ് തിരിച്ചു വരാൻ 14-15 ദിവസമോ എന്തോ അത്? എന്തൊക്കെയോ ഇവരുടെ പുറകിലൂടെ നടന്നു പോകുന്നുണ്ടെന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ബാക്കി കേൾക്കാം. അതെ, രേണുവിന്റെ പേരിൽ എന്തെങ്കിലും ഒരു വിവാദം അവര് ക്രിയേറ്റ് ചെയ്യുന്നു, ഇല്ലാത്ത കഥകൾ അല്ലേ? അപ്പൊ ഇങ്ങനെ ഈ കഥകളിലൂടെ പേര് വരുമ്പോ സ്വാഭാവികമായും രേണുവിന്റെ ഫീലിങ്സ് എന്താണ്? നമ്മൾ മനുഷ്യരാണല്ലേ, അപ്പം നമുക്ക് ഫീലിങ്സും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമുക്ക് എല്ലാ സമ്മിശ്ര വികാരങ്ങളുള്ള ഒരു മനുഷ്യജീവി തന്നെയാണ് രേണുസുതിയും ഞാനും. അപ്പം എന്നെ സംബന്ധിച്ച് സത്യം പറയട്ടെ, എനിക്ക് കുറച്ച് പേരുണ്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന, എൻ്റെ വീട്ടുകാരുണ്ട്, എൻ്റെ ചേച്ചിയാണല്ലോ, പിന്നെ എനിക്കൊരു മാനേജറുണ്ട് കരീഷ്മ. ഓളെന്ന് വെച്ചാൽ എന്ത് വിഷമം. അതുപോലെ എനിക്ക് ഒരു ബ്രദറുണ്ട്. അതുപോലെ എനിക്ക് നല്ലൊരു തിക് ഫ്രണ്ടും ഉണ്ട്. അവൻ്റെ പേര് ഞാനിപ്പോൾ എന്തായാലും പറയുന്നില്ല. നമുക്ക് എന്ത് മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. കാരണം ഈ 10,000 പേര് എന്നെ പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ ഈ 4 പേര് എൻ്റെ അടുത്തൊന്ന് എടി ഒന്നുമില്ലടി അല്ലെ അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രസ്ട്രേഷൻ എൻ്റെ അലത്തില്ലാതാവും. അതാണ് എന്നെ. ബാക്കി കേൾപ്പിക്കാം. അപ്പം എന്ത് പ്രശ്നം വന്നാലും 10,000 പേര് കുത്തിയിരുന്ന് കുറ്റം പറഞ്ഞാലും രേണുസുതി 4 പേരോട്, ചേച്ചി, കരീഷ്മ, പിന്നെ ഏതോ ഒരു അനിയനെ പോലെ ആരുടെ കാര്യം പറഞ്ഞു, പിന്നെ ഏതോ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, ആരും ആയിക്കോട്ടെ, ഈ 4 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് തീരുമെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ തീരുമെങ്കിൽ പിന്നെന്തിനാ ഈ ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് കിച്ചു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തിനാണ് ഈ ഫ്രസ്ട്രേഷൻ അടിച്ച് വന്നിട്ട് അങ്ങോട്ട് കരഞ്ഞു കൂവി മെഴുകി, അയ്യോ നാട്ടുകാരെ ഞാൻ പോയിട്ടില്ല 5 സ്റ്റാർ ഹോട്ടലിൽ. എന്തിന്റെ കാര്യം എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. അതിന്റെ ആവശ്യമുണ്ടോ? ബാക്കി കേൾക്കാം നമുക്ക്. ഇങ്ങനെ നിലനിർത്തുന്ന ഒരു ശക്തി സത്യം. അതുമല്ല, രേണു ലക്ഷക്കണക്കിന് ആൾക്കാർ രേണുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. രേണു ഈ രീതിയിൽ എന്താണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്, അതായത് പോസിറ്റീവായി വരുന്നതിനോട് സന്തോഷമുള്ള ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 100 പേരിൽ 10 പേരായിരിക്കും ഇതിൽ മോശം ചെയ്യുന്നത്. 1,00,000 പേര് വരുമ്പം ആ കൗണ്ട് നമ്പർ കൂടുന്നതാണ്. ഇപ്പൊ 10 ലക്ഷം പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പം അതിൽ കുറെ പേര്, ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നാലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ എതിർത്താൽ മതി, ആൾക്കാർ ആ എതിർത്തതിനെ മാത്രമേ കാണുള്ളൂ. തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് വശമാണ് എല്ലാവരും കാണുന്നത്. അതായത്
ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ 10 പേര് നമ്മളെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അതിനകത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ നെഗറ്റീവ് പറഞ്ഞാൽ ആ 10 പേരുടെ സപ്പോർട്ട് ആരും പൊക്കി പിടിക്കത്തില്ല. അവളെ നെഗറ്റീവ് അടിച്ചു, അതെന്താണെന്ന് അതാണ് പൊലിപ്പിച്ച് 1 റീച്ചിലേക്ക് വിടുന്നത്. രേണുസുതി അങ്ങനെയാണ്. ഇപ്പൊ തന്നെ എന്തൊക്കെ വിവാദങ്ങളാണ് നടക്കുക. എന്നെയും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേരെന്നെ വിളിച്ചു വെച്ചു, രേണു നിനക്ക് ഓക്കെ അല്ലേ, നീ പോലീസ് സ്റ്റേഷനിലൊന്നും അല്ലല്ലോ ദുബായിൽ, നിന്നെ അറസ്റ്റിലായെന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. ഇനി നാട്ടിൽ ചെല്ലുമ്പോഴത്തേന് ചെന്നിറങ്ങുമ്പോഴത്തേന് എന്താ പറയാ വൻ പോലീസ് സന്നാഹം എക്സൈസുകാരൊക്കെ പിടിച്ചോണ്ട് പോകുന്നതാണ് പറയുന്നത്. എനിക്കറിയില്ല, വിവാദം നടക്കുകയാണ്. അല്ല, അതൊക്കെ വെറുതെയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് അതിലൂടെ അവർ റീച്ച് ചെയ്യാൻ വേണ്ടി ഓരോ ടെക്നിക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ രേണു അതിൽ കയറി എന്തെങ്കിലും പറയുകയും ആ പറയുന്നത് എടുത്തിട്ട് രേണു ഇങ്ങനെ പറഞ്ഞു അല്ലേ, അതൊരു ഇപ്പോഴും ഏറ്റവും കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് കാണുന്ന ഒരു ടെൻഡൻസിയാണ്. 6 മാസക്കാലമോ? കഴിഞ്ഞ 6 മാസക്കാലമൊന്നും അല്ല ചേട്ടാ, കുറച്ചായി, 1 വർഷത്തിന് മേളിലായി രേണുസുതി കിടന്നങ്ങോട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഒന്നാണോ, 1ന് മേളിലായെന്ന് എനിക്ക് തോന്നുന്നത്. 6 മാസമൊന്നും അല്ല. ഇന്റർവ്യൂ എടുക്കുന്ന ചേട്ടൻ എന്താ അറിയത്തില്ല അതൊന്നും? ചേട്ടൻ സോഷ്യൽ മീഡിയ അധികം അങ്ങോട്ട് നോക്കാത്തത് കൊണ്ടാ. കുറച്ചായി ചേട്ടാ രേണുചുതി എവിടെ നോക്കിയാലും അന്ത രേണുചുതി. അയ്യോ, ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെ ചിലപ്പോൾ മടുത്ത് കാണും ഇല്ലേ? പക്ഷെ എങ്ങനെ കാണാതിരിക്കും? ഇതുപോലുള്ള ഈ എന്താണ് പറയുക, സമൂഹത്തിലെ പുതിയ തലമുറയെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ചില ആറ്റം ബോംബുകൾ ഇറങ്ങിക്കഴിയുമ്പോൾ കണ്ടുപോകും ഇവരെന്ത് വൃത്തികേടാണ് അടുത്ത് പറയുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു പോകും നമ്മൾ ഇല്ലേ? ഉറപ്പായിട്ടും ശ്രദ്ധിച്ചു പോകും. അതിനകത്തൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഈ പറയുന്നത് പോലെ ഈ ചേച്ചി ചെന്നങ്ങോട്ട് ഇറങ്ങിയ ഉടനെ പോലീസുകാർ അതുപോലുള്ള പല വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇത്രയും ദിവസം ഒരു ഇനാഗുറേഷന് വന്ന് ആ ഒരു സ്ഥാപനത്തിന്റെ പ്രൊമോഷൻ എന്നും പറഞ്ഞ് നിൽക്കുന്നത് സാധാരണ ആളുകൾ പോയി നിൽക്കുന്നത് പോലല്ല, ദിവസങ്ങളോളമാണ്. എന്താണ് ഇതിന്റെ പുറകിൽ? ഒന്നുമില്ലാതെ ഇവരെ പിടിച്ച് അവിടെ നിർത്താൻ എന്താ തലക്കോളോ ഇവരെ കൊണ്ടുപോയവർക്ക്? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. തിരക്കണം, പോലീസുകാരെ തന്നെ ഇടപെട്ട് തിരക്കിയേ പറ്റൂ എന്താണ് ഇതിന്റെ പുറകിൽ നടക്കുന്നതെന്ന്. ബാക്കി അതെ, അതൊരു മാറ്റം ഇല്ലെന്ന് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുവേ ഇനിയിപ്പോ അടുത്ത ഏതെങ്കിലും രേണുസുതി വരുമ്പോ ഈ രേണുസുതി എടുത്ത് മാറ്റി ഇട്ടോളും, സമാധാനം കിട്ടട്ടെ, നമ്മളെ മാറ്റി ഇടട്ടെ എന്ന് ഓർക്കും. ഒന്ന് വിവാദം ഒന്ന് കുറഞ്ഞൊന്ന് താന്ന് വേറെ വല്ല പരിപാടിക്ക് പോകുന്നു. അടുത്ത വന്നിട്ടുണ്ട് കേട്ടോ, പിന്നെ ഇതുപോലെ തന്നെ എയറിലോട്ട് കയറും. ഇതാണ് ഈ ഒരു 6 മാസമായിട്ട് രേണുസുതി വിത്ത് വിവാദം. എയറിലാകെ താഴെ വരിക, വീണ്ടും എയറിലാകെ താഴെ വരിക. ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മെയിൻ ബ്ലോഗറാണ് അദ്ദേഹം, ബിഗ് ബോസ് സെലിബ്രേറ്റ് ചെയ്യണം, എന്നെ കുറെ നെഗറ്റീവ് അടിച്ച ആളാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയല്ലോ. സോ അതിന്റെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കവെയാണ് അടുത്ത പുതിയ പുതുതായിട്ട് ചാനൽ തുടങ്ങി. ആ ചാനൽ തുടങ്ങിയപ്പോഴുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബാണല്ലോ കാണുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് ഇപ്പം ആരാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങാത്ത ഒട്ടുമിക്ക സെലിബ്രിറ്റികൾ സാധാരണക്കാർ മാസം 12 ലക്ഷം വരെ മേടിക്കുന്ന ആൾക്കാരുണ്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇട്ട് കൊടുത്ത്. രേണുസുതി എന്തായാലും 12 ലക്ഷം ആയില്ല, ഇപ്പം ഒരു 2 ആഴ്ച ആയതോടെ തുടങ്ങിയിട്ട് ഒരു 3 ലക്ഷം മാസം വരുമാനം ആകാറായി. എന്തായാലും ഒത്തിരി താങ്ക്സ്. എന്നെ ഇത്രത്തോളം എന്താ പറയാ നെഗറ്റീവ് അടിച്ചാണ് ആൾക്കാർ നമ്മളെന്താ ഇതിനകത്ത് കാണിക്കുന്ന കണ്ടന്റ് എന്താന്ന് ഓർത്ത് വരുന്നവരുമുണ്ട്. എന്തായാലും ഒരുപാട് പേര് സപ്പോർട്ടുണ്ട്. നമ്മളെല്ലാം ജീവിക്കുന്നതും നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതും നമ്മൾ ജീവിക്കുന്നത് തന്നെ പണത്തിനാണ്. മീൻസ് പണം ഉണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിലും എല്ലായിടത്തും അംഗീകാരമുള്ളൂ. അപ്പം പണത്തിന് വേണ്ടി അവസാനം പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഞാൻ യോജിക്കുന്നു. പൈസക്ക് പൈസ തന്നെ വേണം. ആ പറഞ്ഞ രേണു വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെക്കണം. അതായത് ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ, എപ്പോഴെങ്കിലും ഒന്ന് എന്നെ അങ്ങോട്ട് വിട്ടിട്ട് പുതിയൊരു രേണുസുതി വന്നിട്ട് എല്ലാം കൂടെ അവരുടെ പുറകെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടെന്ന്. അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടുമല്ലോ എന്ന്. ആ പറഞ്ഞത് വെറും നോണ, മനസ്സിലായോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ്, അല്ലാതെ നമ്മളാരുമല്ല. ചുമ്മാ ഏതെങ്കിലും അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഓൺലൈൻ മീഡിയക്കാരല്ല, എൻ്റെ അവിടെ ഇവിടെയാണ്, ഞങ്ങൾ ചേട്ടനനിയത്തിയെ പോലെയാണ്, ഭയങ്കര കമ്പനിയാണ്, ഫ്രണ്ട്സാണ്. ചേച്ചിക്കറിയാം, ചേച്ചി അവരോടൊക്കെ ചിരിച്ചും കളിച്ചും നിൽക്കും. അവരെന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇരുന്നങ്ങ് കഥ പാടും. ഇല്ലെങ്കിൽ അവരൊന്നും ചോദിക്കണ്ട, അതുവഴി അങ്ങ് പോയാൽ മതി, വിളിച്ചു വരുത്തും, എന്നിട്ട് ഇരുന്നങ്ങ് അവരാധിക്കും. അപ്പം ഉറപ്പായിട്ടും അടുത്ത ആരെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്യും. പിന്നെയും ചേച്ചി കയറും എയറിലോട്ട്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നെഗറ്റീവ് റീച്ച് കൊണ്ട് മാത്രം കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരു വ്യക്തി. 1 വേർഡിൽ അത്രേ ഉള്ളൂ പറയാൻ രേണുസുതിയെ പറ്റി, അത്രേ ഉള്ളൂ. നെഗറ്റീവ് റീച്ച് ഉണ്ട്. ഇപ്പൊ പറയുന്നത് കേട്ടല്ലോ, 3 ലക്ഷം രൂപ 2 ആഴ്ച കൊണ്ട് എല്ലാ മാസവും ഇനിയും കിട്ടാൻ പോവാ. 3 ലക്ഷം രൂപ നല്ല കാര്യം, കിട്ടട്ടെ, കാശുണ്ടാക്കട്ടെ, അവര് ഉണ്ടാക്കട്ടെ. അതിലൊന്നും നമ്മളാരും കുറ്റം പറയുന്നൊന്നുമില്ല, അത് അവരുടെ ഇഷ്ടമാണ്. പിടികിട്ടിയോ? പക്ഷെ മനസ്സിലാക്കണം, ഈ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ചെല്ലുന്നവര് വേറെ ഒരു പണിയില്ലേടേ.
അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, ഇതിൻ്റെയൊക്കെ എന്ത് കാണാനാണോ? സബ്സ്ക്രിപ്ഷൻ എടുത്തു പോയിരിക്കുന്നു, കാശും കളഞ്ഞ് മാസം. ദൈവത്തിനറിയാം. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു 6-7 മിനിറ്റ് കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് നീളമുള്ള ഒരു വലിയ ലെങ്ത് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കാണാൻ സാധിക്കട്ടെ. അതിനകത്ത് ഇനി എന്തൊക്കെ അപരാധങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അപ്പം നോക്കാം. അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അധികം വൈകാതെ കാണാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർ.